ഹലോ ഗൈസ്, നമസ്കാരം. ബിഗ് ബോസ് സീസൺ 6 ഫിനാലെയും കഴിഞ്ഞു, വിന്നറേയും തീരുമാനിച്ചു. എല്ലാ ആൾക്കാരും പെട്ടിയൊക്കെ എടുത്ത് വീട്ടിലേക്കും പോയി. എന്നിട്ട് ഇപ്പോഴും ബിഗ് ബോസ് സീസൺ 6നെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും പ്രശ്നങ്ങളും ഒന്നും കെട്ടടങ്ങുന്നില്ല. ഓരോ ദിവസവും ഓരോരോ ആരോപണമായിട്ട് ഓരോരുത്തരായിട്ട് രംഗത്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇപ്പോ അസീറോക്കി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ബിഗ് ബോസിന്റെ തന്നെ ഒരു മത്സരാർത്ഥിയായിരുന്നു. അയാളുടെ തന്നെ കയ്യിരിപ്പ് കൊണ്ട് ബിഗ് ബോസ് ഹൗസിന് പുറത്തേക്ക് പോയതാണ്. വെളിയിൽ ചെന്നിട്ടും പിന്നെയും കുറെ ഏതാണ്ടൊക്കെ വിളിച്ചു കൂവി ആൾക്കാരുടെ മുമ്പിൽ പരിഹാസപാത്രമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അസീറോക്കി ബിഗ് ബോസ് സീസൺ 6ന്റെ ടൈറ്റിൽ വിന്നർ ആയിട്ടുള്ള ജിൻഡോയ്ക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചേക്കുവാണ്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് കൊടുത്ത ഇന്റർവ്യൂവിലാണ് പുള്ളിക്കാരൻ ഈ ഒരു കാര്യം പറയുന്നത്. അതായത് ജിൻഡോ എന്ന് പറയുന്ന മത്സരാർത്ഥി ഒരു രീതിയിലും ബിഗ് ബോസ് സീസൺ 6ന്റെ വിന്നർ ആകാൻ യോഗ്യതയില്ലാത്ത മത്സരാർത്ഥി ആയിരുന്നു അത്രേ. അതായത് അയാളുടെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് ബിഗ് ബോസ് സീസൺ 6ലേക്ക് വഴി തെറ്റി വന്ന ഒരു മത്സരാർത്ഥിയാണ്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 6നകത്ത് മത്സരിക്കാനുള്ള യോഗ്യത പോലും ജിൻഡോയ്ക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം ആ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ബിഗ് ബോസ് സീസൺ 6ന്റെ കപ്പ് കിട്ടിയത്? അതിൽ എന്തൊക്കെയോ നിഗൂഢതകൾ ഈ ഒരു അസീറോക്കിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത്രേ. എനിക്ക് അതിനകത്ത് ഒരു നിഗൂഢതയും തോന്നിയില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജിൻഡോ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ വിലയിരുത്താൻ പോലും ഉള്ള ഒരു യോഗ്യത അസീറോക്കിക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നില്ല. കാരണം ഒരു 14 ദിവസമാണ് അസീറോക്കി എവിടെ നിന്നത്? ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്നത്. ഈ 14 ദിവസവും അസീറോക്കി ക്രിയേറ്റ് ചെയ്ത കോണ്ടന്റ് എന്ന് പറയുന്നത് വയലൻസ് മാത്രമാണ്. ചെന്ന് കയറിയ ദിവസം തൊട്ട് വായിട്ടലച്ച് ബഹളം വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വയലൻസ് സൃഷ്ടിച്ച് ഒരാളുടെ മോന്തക്കിട്ട് അടിച്ചിട്ട് വെളിയിൽ വന്ന വ്യക്തിക്ക് ഏത് രീതിയിലാണ് അവിടെ ഉണ്ടായിരുന്ന മത്സരാർത്ഥികളെ വിലയിരുത്താനുള്ള യോഗ്യതയുള്ളത്? മാത്രമല്ല, അസീറോക്കി മുന്നോട്ട് വെച്ചിട്ടുള്ള ആരോപണങ്ങളിൽ ഒന്നും തന്നെ യാതൊരു രീതിയിലുള്ള കഴമ്പും കാണാൻ സാധിക്കത്തില്ല. ആദ്യം മുതലേ ആ ഒരു മത്സരം നോക്കിക്കണ്ട വ്യക്തികൾക്ക് അതിനകത്ത് ഒരു രീതിയിലുള്ള കഴമ്പും കാണാൻ സാധിക്കത്തില്ല. 100% ജിൻഡോ എന്ന് പറയുന്ന മത്സരാർത്ഥി ബിഗ് ബോസ് ഹൗസിന്റെ വിന്നർ ആകാൻ യോഗ്യനായിരുന്നു. അയാൾ അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ മത്സരാർത്ഥികളും ചേർന്ന് കോർണർ ചെയ്തപ്പോഴും അവഗണിച്ചപ്പോഴും തരം താഴ്ത്തിയപ്പോഴും ഒക്കെ അയാൾ സ്വന്തം പ്രയത്നത്തിൽ സ്വന്തം ഹാർഡ് വർക്കിൽ മുന്നോട്ട് വന്ന വ്യക്തിയാണ്. അത് കയറി 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 വന്ന വ്യക്തിയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 2-3 ആഴ്ചയ്ക്ക് ശേഷം അവിടെയുള്ള എല്ലാ മത്സരാർത്ഥികളും ചേർന്നിട്ട് ജിൻഡോയെ തരം താഴ്ത്താനാണ് ശ്രമിച്ചത്. എല്ലാവരും ചേർന്ന് ജിൻഡോയെ കോർണർ ചെയ്യുകയും മണ്ടൻ എന്ന് വിളിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ബിഗ് ബോസിന്റെ പ്രേക്ഷകരുടെ ശ്രദ്ധ ജിൻഡോ എന്ന് പറയുന്ന മത്സരാർത്ഥിയിലേക്ക് ചെന്നു. അപ്പൊ അന്ന് മുതലേ ജിൻഡോയ്ക്ക് എന്താണ് ഒരു വലിയ വ്യൂവേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സപ്പോർട്ട് ആദ്യം മുതൽ അവസാനം വരെ ജിൻഡോയോടൊപ്പം ഉണ്ടായിരുന്നു. ആദ്യം ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയവര് അവസാനം വരെ ജിൻഡോയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന മിക്ക മത്സരാർത്ഥികളുടെയും കോണ്ടന്റിന്റെ ഒരു മെയിൻ വിഷയവും ജിൻഡോയായിരുന്നു. ജിൻഡോയെ ചുറ്റിപ്പറ്റിയാണ് അവിടെ മിക്ക വഴക്കുകളും നടന്നത്. അത് മാത്രമല്ല, ജിൻഡോയ്ക്ക് ബുദ്ധിയില്ല, ജിൻഡോ മണ്ടനാണ് എന്ന് വിശേഷിപ്പിക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, അവിടെയുള്ള അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള എല്ലാ മത്സരാർത്ഥികളും ജിൻഡോയെ ട്രാപ്പിലാക്കി വെളിയിലേക്ക് കളയാൻ വേണ്ടി നോക്കിയിരുന്നു. അതിൽ ഏതെങ്കിലും ഒരു ആരോപണത്തിലൊക്കെ പെടുത്തി ജിൻഡോയെ പുറത്ത് കളയാൻ വേണ്ടി നോക്കിയിരുന്നു. പക്ഷെ ഈ ട്രാപ്പിൽ ഒന്നും തന്നെ ജിൻഡോ ചെന്ന് ചാടിയിട്ടില്ല. ആ ഒരു സമയത്തൊക്കെ അയാൾ ബുദ്ധിപൂർവ്വം തന്നെ കളിച്ച് മനഃപൂർവ്വം തന്നെ ഈ ട്രാപ്പുകളിൽ നിന്നൊക്കെ അവോയ്ഡ് ചെയ്ത് പോവുകയായിരുന്നു ചെയ്തത്. അതായത് ഡീവിയേറ്റ് ചെയ്ത് പോകുന്ന ജിൻഡോയാണ് നമ്മൾ കണ്ടത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം പുള്ളിക്കാരന് ബുദ്ധി ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ബുദ്ധി ഉപയോഗിച്ച് തന്നെയാണ് പല മത്സരാർത്ഥികളുടെ ഇടയിൽ നിന്നത്. അതായത് സംസാരത്തിലും പ്രവൃത്തിയിലും പോലും കുറച്ചൊന്ന് കൺട്രോൾ ചെയ്ത് ജിൻഡോ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും. ആ ഒരു സമയത്തൊക്കെ ഈ എതിരിൽ നിൽക്കുന്ന മത്സരാർത്ഥികളെ എന്തെങ്കിലുമൊക്കെ ട്രാപ്പിൽ പെടുത്തി ജിൻഡോയെ പുറത്ത് കളയാൻ നോക്കിയ സമയമാണ്. ആ സമയങ്ങളിലൊക്കെ തന്റെ തന്നെ പ്രവൃത്തികളും വാക്കുകളും ഒക്കെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന ജിൻഡോയാണ് ഞാൻ കണ്ടത്. കാരണം ജിൻഡോയ്ക്ക് അറിയാമായിരുന്നു എന്തെങ്കിലും ഒരു പ്രശ്നം തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസും ഏഷ്യാനും തന്നെ എടുത്ത് പുറത്ത് കളയുമെന്ന്. പിന്നെ ഈ ഒരു നിഗൂഢത എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ യൂസ് ചെയ്തു. നിഗൂഢത ഒന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു രീതിയിലും ഏഷ്യാനെറ്റും ബിഗ് ബോസും ജിൻഡോ എന്ന് പറയുന്ന മത്സരാർത്ഥിക്ക് ഫേവറിസം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ ഫേവറിസം ചെയ്തു കൊടുത്തിട്ടുള്ള മത്സരാർത്ഥികളുണ്ട്. പക്ഷെ ജിൻഡോയ്ക്ക് 1% പോലും ഫേവറിസമോ 1% പോലും പരിഗണനയോ ബിഗ് ബോസോ ഏഷ്യാനെറ്റോ കൊടുത്തിരുന്നില്ല. അപ്പൊ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയില്ലായിരുന്നെങ്കിലേ അവിടെ നിഗൂഢത ആരോപിക്കേണ്ടതുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതിൽ അവിടെ ഒരു നിഗൂഢതയും കാണാൻ സാധിക്കുന്നില്ല. അവിടെ 100% അയാൾ അർഹനായിരുന്നു. അയാൾ 100% ഹാർഡ് വർക്കിൽ മുന്നോട്ട് വന്നൊരു വ്യക്തിയാണ്. അയാളുടെ ഹാർഡ് വർക്ക് കൊണ്ടും അയാള് പൊരുതി നേടിയ വിജയം തന്നെയാണ്. ചിലപ്പോൾ മറ്റുള്ളവരുടെ കൂട്ട് വലിയ പ്രസംഗമൊന്നും പ്രസംഗിക്കാനുള്ള കഴിവ് അയാൾക്ക് ഉണ്ടാകണമെന്നില്ല. വലിയ വലിയ വാക്ചാതുര്യമോ വാക്കുകൾ കൊണ്ട് അമ്മാനമാടാനോ ആൾക്കാരെ പിടിച്ചിരുത്താനോ ഉള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ടാവണമെന്നില്ല. അപ്പൊ എല്ലാ കഴിവുകളും ഒത്തിണങ്ങിയ ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. പക്ഷെ സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. സാധാരണക്കാരുടെ കൂട്ട് പ്രവർത്തിക്കുകയും സാധാരണക്കാരുടെ കൂട്ട് ചിന്തിക്കുകയും സാധാരണക്കാരുടെ കൂട്ട് ഹാർഡ് വർക്ക് ഇടുകയും ചെയ്തൊരു വ്യക്തി ആയതുകൊണ്ടാണ് അത്രയധികം സപ്പോർട്ട് ജിൻഡോ എന്ന് പറയുന്ന മത്സരാർത്ഥിക്ക് കിട്ടിയത്.
പ്രേക്ഷകർ അത്രയധികം സപ്പോർട്ട് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ജിൻഡോയ്ക്ക് കപ്പ് നേടിയത്. അല്ലാതെ അതിനകത്ത് യാതൊരു രീതിയിലുള്ള നിഗൂഢതകളും കാണാൻ സാധിക്കുന്നില്ല. വഴി തെറ്റി വന്ന മത്സരാർത്ഥി എന്ന് അസീറോക്കി ജിൻഡോയെ കുറിച്ച് ആരോപിച്ചു. ആ ഒരു മത്സരാർത്ഥി അസീറോക്കി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം വഴി തെറ്റി വന്ന ഒരു വഴിപോക്കൻ അതിനകത്ത് കടന്ന് കുറെ ബഹളവും പ്രശ്നവും ഉണ്ടാക്കി അവസാനം ബിഗ് ബോസ് തന്നെ ചെവിക്ക് പിടിച്ച് പുറത്തും കളഞ്ഞു. അല്ലാതെ ജിൻഡോയെ വഴിപോക്കനാണ് എന്ന് പറയാനുള്ള എന്തെങ്കിലും ഒരു യോഗ്യത അസീറോക്കിക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല.